തിരുവോണ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പഴം നുറുക്ക്. ഒരുപാട് പേര് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കിയതാണ്. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പഴം നുറുക്കിൽ പപ്പടം ഇങ്ങനെ കുഴച്ച് കഴിക്കണം, എന്നാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളേ. അപ്പം മധുരം ഇഷ്ടമില്ലാത്തവർ പോലും വീണ്ടും വീണ്ടും കഴിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളി സാധനം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലിപ്പത്തിൽ വേണം കേട്ടോ ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നേരെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് ഏത്തപ്പഴം നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാക്കി ഇത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി അരിച്ചെടുത്താണ് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തു. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചുക്കും ഏലക്കായും ഒരല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ശർക്കരപ്പാനി വറ്റി വരുമ്പോൾ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. ലാസ്റ്റായിട്ട് നല്ല നെയ്യും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം നല്ല പപ്പടവും കൂട്ടി കുഴച്ചങ്ങ് കഴിക്കണം. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. എന്നാൽ എനിക്ക് പപ്പടം കൂട്ടി കുഴച്ച് കഴിച്ചപ്പോഴാണ് കേട്ടോ ഇഷ്ടമായത്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.